നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. വിഷു ആഘോഷത്തിന് ഒരുങ്ങി നഗരം. കണിയും കൈനീട്ടവുമായി ബുധനാഴ്ച ഐശ്വര്യത്തിന്റെ പുലരി. കണിവെള്ളരിക്കയും കാർഷികോൽപ്പന്നങ്ങളും കണിക്കൊന്നയും പണവും പുതുവസ്ത്രവും ഓട്ടുരുളിയിൽ ഒരുക്കുന്ന വിഷുക്കണി മലയാളിക്ക് ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. പതിവ് പോലെ ഇക്കുറിയും വഴിയോര കച്ചവടത്തിൽ കണിക്കൊന്നയ്ക്കായിരുന്നു പ്രിയമേറെ. ഇക്കുറി പ്ലാസ്റ്റിക് കണിക്കൊന്നയും വിപണിയിൽ താരമായിരുന്നു. വിഷു സദ്യയൊരുക്കാൻ പച്ചക്കറി വിപണിയും സജീവമായിരുന്നു. ഇപ്പോഴത്തെ പാചകവാതക പ്രതിസന്ധി പായസ വിപണിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ താമരക്കഞ്ഞി വഴിപാട് നടന്നു. വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി അമ്പലവാസി വിഭാഗത്തിൽപ്പെട്ടവർ കൂടൽമാണിക്യം സ്വാമിക്ക് വിഷുക്കണി ഒരുക്കുന്നതിനായി താമരമാലകൾ കെട്ടിയുണ്ടാക്കാൻ ഒത്തുകൂടുമ്പോൾ ഉണ്ടായിരുന്ന ആചാരമായിരുന്നു താമരക്കഞ്ഞി വിതരണം. വർഷങ്ങൾക്ക് മുൻപ് നിലച്ചുപോയ താമരക്കഞ്ഞി വിതരണം 2009 മുതലാണ് പുനരാരംഭിച്ചത്. 10 പറ അരി ഉപയോഗിച്ചുണ്ടാക്കിയ കഞ്ഞിക്ക് പുറമെ ചെത്തുമാങ്ങ കറി, പപ്പടം, മുതിരപ്പുഴുക്ക്, നിവേദിച്ച നാളികേരപ്പൂള്, പഴം എന്നിവയും താമരക്കഞ്ഞിയുടെ ഭാഗമാണ്. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ പണ്ട് കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഈ താമരക്കഞ്ഞി എന്ന് പറയുന്നത്. അതായത് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കാലങ്ങളായിട്ട് പഴയ ആൾക്കാർ ഒരു ലാഭക്ഷയില്ലാതെ ഒരു രൂപ പോലും വാങ്ങിക്കാതെ ഈ ക്ഷേത്രത്തിൽ ഭഗവാന് മാല കെട്ടി ചാർത്തി വരുന്ന കാലഘട്ടമായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്ന് ഈ കാലഘട്ടം തെക്കേ വാര്യത്തിൽ നിന്നാണ് അവരാണ് ആദ്യം പ്രവൃത്തിക്കാരെ എല്ലാവരും വിളിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്തിരുന്നത്. അതിനുശേഷമാണ് ഓരോ കാലഘട്ടങ്ങളിലും ആൾക്കാർ ഈ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ 12 വിളക്ക് പിടിക്കാരും അതിന് ചാരടിമാർ, വാര്യർമാർ, അമ്പലവാസികളെല്ലാ ഗണത്തിൽപ്പെട്ട അമ്പലവാസികളും കൂടിയിട്ട് ഒത്തുചേർന്നുകൊണ്ടാണ് ഈ ഒരു താമരക്കഞ്ഞി എന്ന് പറയുന്നത്. ഇത് ഭക്തജനങ്ങളെല്ലാവരും അറിയിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇത് വിഷുവിൻ്റെ തലേ ദിവസമാണ് എല്ലാ കൊല്ലവും നമ്മളത് വിഷുക്കഞ്ഞിയായി മറ്റേ താമരക്കഞ്ഞിയായിട്ട് വിഷുവിൻ്റെ തലേ ദിവസമാണ് ഇത് ആഘോഷിക്കുന്നത്. അതിനിവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇപ്പം നമുക്കറിയാം കഞ്ഞി, പുഴുക്ക്, വെന്നി, അതുപോലെ തന്നെ അകത്ത് നിവേദിച്ച പഴം, ശർക്കര. പ്രായപൂർത്തിയാവാത്ത അതിജീവിതയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 28 വർഷം കഠിന തടവും പിഴയും. പെരിഞ്ഞനം സ്വദേശിയായ 31 വയസ്സുള്ള പുത്തുപുരയ്ക്കൽ സായുജിനെയാണ് 28 വർഷം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയടക്കുന്നതിനും ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് വിവീജ സേതുമോഹൻ ശിക്ഷിച്ചത്. 2018 മെയ് മാസത്തിലാണ് പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ പീഡിപ്പിച്ച സംഭവത്തിൽ വലപ്പാട് പോലീസ് കേസെടുത്തത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും പോക്സോ നിയമത്തിലെയും വിവിധ വകുപ്പുകൾ പ്രകാരമാണ് 28 വർഷം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയടക്കുന്നതിനും പിഴയടക്കാതിരുന്നാൽ 7 മാസത്തെ കഠിന തടവിനുമാണ് ശിക്ഷിച്ചത്. വലപ്പാട് സബ് ഇൻസ്പെക്ടറായിരുന്ന TK ഷൈജുവാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. SI KS സുശാന്തും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 19 സാക്ഷികളെയും 22 രേഖകളും 3 തൊണ്ടിമുതലുകളും പ്രതിഭാഗത്തു നിന്നും 1 സാക്ഷിയെയും 2 രേഖകളും ഹാജരാക്കിയിരുന്നു. പിഴ ഈടാക്കിയാൽ അത് അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരമായി നൽകാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല ഹാജരായി. ലേസൺ ഓഫീസർ TR രജനി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. ഇരിങ്ങാലക്കുട കാത്തലിക് പ്രവാസി ചാരിറ്റബിൾ കമ്മ്യൂണിറ്റി സെന്റ് തോമസ് കത്തീഡ്രൽ ബത്തേൽ ഹാളിൽ നടന്ന ചടങ്ങിൽ രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ജെയ്സൺ ചിരിയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ലോഗോ പ്രകാശനം നിർവഹിച്ചു. ക്രൈസ്റ്റ് കോളേജ് സെൽഫ് ഫിനാൻസ് ഡയറക്ടർ ഫാദർ വിൽസൺ തറയിൽ, സെന്റ് ജോസഫ്സ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലസി എന്നിവർ കിറ്റുകൾ വിതരണം ചെയ്തു. വിൻസെന്റ് പറമ്പിൽ സ്വാഗതവും ജോണി വരിക്കാശ്ശേരി നന്ദിയും പറഞ്ഞു. അത് നമ്മുടെ ഭരിക്കുന്ന ഗവൺമെന്റുകൾ മാറി മാറി വന്നിട്ട് ജോലി ചെയ്യാനുള്ള അവസ്ഥകളും അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കാതെ ഭരണരീതികൾ അവരവരുടേതായിട്ടുള്ള രീതികളിൽ മുൻപോട്ട്
കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പണം കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ അതൊക്കെ വാരിക്കൂടി കൂട്ടിവെച്ചിട്ട് ഭരണം നടത്തുന്ന ഒരു സംവിധാനം, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരുന്ന ധനം മുഴുവനുമായിട്ട് ചെലവഴിക്കപ്പെടുന്നത് എവിടെയാണെന്ന് കേരളത്തിന്റെ മക്കളായ, അധ്വാനിക്കുന്ന മക്കളുടെ ബന്ധുക്കളായ, പിതാക്കന്മാരായ, സഹോദരങ്ങളായ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഈ പണം കേരളത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എത്ര ശതമാനം ചെലവിടുന്നുണ്ടെന്നാണ് നോക്കട്ടെ. നമ്മുടെ മക്കൾ വിദേശത്തേക്ക് പോകുവാനുള്ള കാരണം, ജെയ്സൺ പ്രസിഡന്റ് ഇവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, ജെയ്സൺ ചെറിയാണ്. അദ്ദേഹം 1.5 മാസം മുമ്പ് ഇവിടെ നിന്ന് പോയി ജോലിയിൽ പ്രവേശിക്കാനായിട്ട് അവിടെ ചെന്ന് 3 ദിവസം ജോലി ചെയ്തപ്പോഴേക്കും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെ ഹെലികോപ്റ്ററിൽ റിഗിൽ നിന്ന് അദ്ദേഹത്തെയും കൂട്ടുകാരെയും രക്ഷപ്പെടുത്തി കൊണ്ടുപോയി ഹോട്ടലിൽ താമസിപ്പിച്ചു. അങ്ങനെ 1 മാസം ഏതാണ്ട് ഹോട്ടലിൽ താമസിച്ചു. ജോലിയില്ലാതെ ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ജോലി നഷ്ടപ്പെട്ടു എന്നല്ല ഞാൻ പറഞ്ഞത്, ജോലി ചെയ്യാൻ സാധിച്ചില്ല. യുദ്ധം കാരണം കൊണ്ട്, യുദ്ധത്തിന്റെ പ്രത്യേകത അങ്ങനെയാണ്. അപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ എത്ര കാലം ഇനി നീണ്ടു ജോലി ചെയ്യുമെന്നുള്ളതും കൂടി ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുന്നുണ്ട്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക നിയമനവുമായി ബന്ധപ്പെട്ട് തന്ത്രിമാർ ക്ഷേത്രത്തിലെ ചുമതലകൾ നിർവഹിക്കാത്തത് നഗ്നമായതും അപലനീയവുമായ ജാതി വിവേചനമെന്ന് യുവകലാ സാഹിതി ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി. ജാതി വിവേചനത്തിന്റെ പേരിൽ വഴി നടക്കാനുള്ള അവകാശം നിഷേധിച്ച തീണ്ടൽ പലക തകർത്ത കുട്ടംകുളം സമരചരിത്രത്തിന്റെ പാരമ്പര്യമുള്ള ഇരിങ്ങാലക്കുടയിൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തന്ത്രി കുടുംബങ്ങളുടെ ജാതി വിവേചനം ലജ്ജാവഹമാണ്. പാരമ്പര്യ കഴകക്കാർ ചുമതല ഉപേക്ഷിച്ചു പോയതിനെ തുടർന്ന് 2 പതിറ്റാണ്ടിലേറെ കാലം ദേവസ്വം നിയോഗിച്ച പാരമ്പര്യേതര കഴകക്കാരൻ ചുമതല നിർവഹിച്ച് വിരമിക്കുകയായിരുന്നു. ആ തസ്തികയിലേക്ക് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പത്രപര്യത്തിലൂടെ അപേക്ഷ ക്ഷണിച്ചപ്പോഴും പരീക്ഷ നടത്തി അഭിമുഖം നടത്തിയപ്പോഴും തന്ത്രിമാരോ ഊരാളന്മാരെന്ന് അവകാശപ്പെടുന്നവരോ യാതൊരു എതിർപ്പും ഉയർത്തിയിരുന്നില്ല. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടയാൾ തങ്ങൾക്ക് പഥ്യമായ സമുദായക്കാരല്ല എന്ന് കണ്ടതോടെയാണ് ഇതുവരെ ഉന്നയിക്കാത്ത വാദങ്ങൾ ഇക്കൂട്ടർ ഉയർത്തുന്നത്. ഇത് അപമാനകരമായ ജാതി വിവേചനമാണ്. ഹൈക്കോടതിയിൽ ഇക്കൂട്ടർ വ്യവഹാരപ്പെട്ടിട്ടും തടസ്സപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അംഗീകരിച്ചയാളെ കഴകവൃത്തിക്ക് നിയോഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ വ്യക്തി ശുചിത്വത്തിലോ പ്രവൃത്തിയിലും ഒരു പരാതിയും ആരും ഉന്നയിച്ചിട്ടില്ല. മാസങ്ങളായി ദേവന് ചാർത്തുന്നത് ആ വ്യക്തി കെട്ടിയ മാലയുമാണ്. 6 പാരമ്പര്യ തന്ത്രി കുടുംബങ്ങളിൽ ഒരു കുടുംബം ഒഴികെയുള്ളവർ ചുമതലകൾ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് മനുഷ്യത്വത്തിനോടുള്ള വെല്ലുവിളിയാണ്. നവോത്ഥാനത്തിന്റെ പേരിലും ഉൽപ്പതിഷ്ണുതത്വത്തിന്റെ പേരിലും അഭിമാനിക്കുന്ന കേരള സമൂഹത്തിന് ഇക്കൂട്ടരുടെ നടപടി അപമാനമാണ്. ക്ഷേത്രത്തിൽ തങ്ങളുടെ ചുമതല നിർവഹിക്കുവാൻ തയ്യാറാവാത്തവരെ ചുമതല നിർവഹിക്കുവാനുള്ള അവകാശത്തിൽ നിന്നും നീക്കം ചെയ്യാൻ ദേവസ്വം നടപടി എടുക്കണമെന്നും തന്ത്രിസ്ഥാനത്തേക്ക് കൂടുതൽ പേരെ ആവശ്യമെങ്കിൽ യോഗ്യരായ മറ്റുള്ളവരിൽ നിന്നും റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി തിരഞ്ഞെടുക്കുവാനും ദേവസ്വം തയ്യാറാകണമെന്നും യുവകലാ സാഹിതി യോഗം ആവശ്യപ്പെട്ടു. യുവകലാ സാഹിതി ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ, സെക്രട്ടറി VP അജിത് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ഏവർക്കും സിറ്റി ന്യൂസിന്റെ വിഷു ആശംസകൾ. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.